ഇടതു സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ. ഈ സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇന്നിപ്പോൾ നിർണായകമായ ചർച്ച നടക്കുന്ന ദിവസമാണ്. ദക്ഷിണ റെയിൽവേ അധികൃതരും കേരള പ്രതിനിധികളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 2:30 എറണാകുളത്ത് നടക്കും. 3 വട്ടം ദക്ഷിണ റെയിൽവേയുമായി കേരളയിൽ ചർച്ച നടത്തിയിരുന്നു. DPRലടക്കം വിശദമായ ചർച്ച നടക്കുമെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഇന്നത്തെ ചർച്ചയിൽ. DPR അടപടലം പൊളിക്കേണ്ടി വരുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. സേതു, അങ്ങനെ തന്നെയാണ്. അതായത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ, അതാ കേരളയിൽ. എന്തായാലും വലിയ പ്രതിഷേധങ്ങളെല്ലാം നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായി കേരളയിൽ മാറ്റിവെക്കേണ്ടതായി വന്നു. ഇപ്പോൾ അതിന് വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ചർച്ച, ആ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ദക്ഷിണ റെയിൽവേ അധികൃതരും ഒപ്പം തന്നെ കേരളയിൽ പ്രതിനിധികളും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് 2:30 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടക്കും. ദക്ഷിണ റെയിൽവേയുടെ MDയും ഒപ്പം തന്നെ കേരളയിൽ MDയും, ദക്ഷിണ റെയിൽവേ അഡ്മിനിസ്ട്രേറ്ററും ഒപ്പം തന്നെ കേരളയിൽ MDയും തമ്മിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക. ഒപ്പം തന്നെ നേരത്തെ കേന്ദ്ര റെയിൽ മന്ത്രി അദ്ദേഹം അശ്വിനി വൈഷ്ണവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് DPRലടക്കം വലിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ സിൽവർ ലൈൻ പദ്ധതി കേന്ദ്രം അനുവദിക്കുമെന്നുള്ള ഒരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. അല്ലെങ്കിൽ DPRൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത വേണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു നിർദ്ദേശം. അതൊക്കെ അംഗീകരിക്കപ്പെടുമോ, അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുമോ എന്നുള്ളതും വലിയ സജീവ ചർച്ചയല്ലേ സൈൻ? അതുതന്നെയാണ്. സ്വാഭാവികമായും എറണാകുളത്ത് നിന്നും അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് അതിവേഗ പാത വേണമെന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വരികയാണ്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ദേ ഭാരത് അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നപ്പോഴും സിൽവർ ലൈനിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്തിനു കൊണ്ടുവരണമെന്നുള്ളൊരു ചോദ്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. ആർക്കാണ് ഇത്ര തിരക്ക് അവിടെ എത്താനെന്നുള്ളൊരു ചോദ്യമൊക്കെ നമുക്കറിയാം. നമ്മൾ തമാശയ്ക്ക് പോലും പറയുമ്പോഴും തൃക്കാക്കര MLAയുടെ ആ ചോദ്യമെല്ലാം അതെല്ലാം വലിയ തർക്കങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. എന്തായാലും അതൊരു സ്വപ്ന പദ്ധതിയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ആ സ്വപ്ന പദ്ധതി അതിനൊരു തുടക്കം കുറിക്കാനുള്ള ആദ്യ ഘട്ട ചർച്ച, ആ ചർച്ചയ്ക്കാണ് ഇന്ന് എറണാകുളം വേദിയാവുക. എന്തായാലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 2:30 ഈ ചർച്ച നടക്കുമ്പോൾ കേരളയിൽ വിരുദ്ധ സമിതി, അതായത് കേരളയിൽ വരേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഒരു പ്രതിഷേധ പ്രകടനം എറണാകുളം സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നുണ്ട്. രാവിലെ 10:30 ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ കേരളയിൽ വരുന്നതിന് വേണ്ടി മുൻപ് 3 തവണ കേന്ദ്ര റെയിൽ മന്ത്രാലയവും ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ കേരളയിലെ ആളുകളുമെല്ലാം, ദക്ഷിണ റെയിൽവേയും കേരളയിലെ ആളുകളുമെല്ലാം തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നെങ്കിലും അതെങ്ങും എത്താതെയായിപ്പോയി. പക്ഷേ ഇത്തവണ സംസ്ഥാനത്തു നിന്നുള്ള കേന്ദ്രത്തിൻ്റെ പ്രത്യേക പ്രതിനിധി അദ്ദേഹം കൂടി വലിയ ഒരു ഇടപെടലാണ് ഇതിൽ നടത്തുന്നത്. എന്തായാലും സിൽവർ ലൈൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കവും നടക്കുകയാണ്. അതിനൊരു തുടക്കം കുറിക്കുന്നു. എറണാകുളം അതിനൊരു വേദിയാവുന്നു എന്നുള്ളതാണ് സേതു. ഇനി പ്രതിഷേധങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. നമ്മൾ ഒരു വലിയൊരു പ്രതിഷേധകാലം നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇനി ഉണ്ടാകുമോ? വാഴ പോലും വെച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കല്ല് പിഴുത് മാറ്റി എറിയുക, അങ്ങനെ അതൊക്കെ ഇനിയും കാണേണ്ടി വരുമോ എന്നുള്ളതും. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു കേരളയിൽ എന്ന് പറയുന്നത്. കേരളയിൽ ആർക്കാണ് ഇത്ര തിരക്ക്? ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോകാൻ പല സംവിധാനങ്ങളുമുണ്ട്. അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനൊക്കെ വലിയ സംവിധാനങ്ങളുണ്ട്. ആർക്കാണ് ഇത്ര തിരക്ക് എന്ന് ആവർത്തിച്ച് ചോദിച്ച ആ ചോദ്യം അതൊന്നും കാതിൽ നിന്ന് പോയിട്ടില്ല. അല്ലെങ്കിൽ അതൊക്കെ തമാശ രൂപേണയും അല്ലാതെയും ചർച്ച ചെയ്തിരുന്നു കേരളം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സിൽവർ ലൈൻ വേണം, അല്ലെങ്കിൽ അതിവേഗ പാത വേണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വീണ്ടും ആ സിൽവർ ലൈൻ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദക്ഷിണ റെയിൽവേയും ഒപ്പം തന്നെ കേരളയിൽ MDയും തമ്മിലുള്ള ഒരു ചർച്ച അതിന്ന് ഉച്ചയ്ക്ക് നടക്കുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങൾ കേരളം വേദിയാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, സമരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കുമോ, അതുമല്ലെങ്കിൽ എല്ലാവരും ഈ കേരളയിൽ വേണമെന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന BJP വലിയ
വലിയ എതിരായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ നിലപാടിൽ വലിയ അയവ് വരുത്തിയിരിക്കുന്നു. അവർ ഈ DPRL അടക്കം ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ളൊരു നിലപാട് കേന്ദ്ര BJPയും ശരി സഹിൻ, ഏത് രീതിയിലാണ് സിൽവർ ലൈൻ നടപ്പാക്കേണ്ടത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കേരളത്തിന് ഓൾറെഡി റെയിൽവേ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഇന്നിപ്പോൾ നടക്കും. ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് പ്രോജക്റ്റ് റിപ്പോർട്ട് DPR അത് പൊളിക്കേണ്ടി വരുമോ അതോ അതിൽ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ മതിയോ എന്നുള്ള കാര്യത്തിലും ഇന്നത്തെ ചർച്ചയിലൊരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ നമ്മൾ ഈ സ്വപ്ന പദ്ധതി എന്ന് പറയുമ്പോഴും കേരളയിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണമാണ് ഭൂരിപക്ഷം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിനു മുൻപ് ഈ കേരളയിലെ സജീവ ചർച്ചയൊക്കെ നടന്ന സമയത്തും സമാനതകളില്ലാത്ത പ്രതിഷേധ കാലമാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. അങ്ങോളം ഇങ്ങോളമുള്ള പ്രതിഷേധം, രാഷ്ട്രീയം മറന്ന് പലരും ഒത്തുചേർന്നുള്ള വലിയ പ്രതിഷേധമൊക്കെ കണ്ടു. ഇനി അങ്ങനെ ഒരു പ്രതിഷേധ കാലമാണോ വരാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ പലയിടങ്ങളിലുമൊക്കെ കേരള വിരുദ്ധ സമിതി പ്രതിഷേധങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുമോ അതോ നല്ല ഒരു വികസനത്തിന് വേണ്ടി ജനങ്ങളെല്ലാം ഒത്തുചേർന്ന് ഈ ഒരു പദ്ധതിയെ, നല്ലൊരു പദ്ധതിയെ സ്വാഗതം ചെയ്യുമോ എന്നുള്ളതുമൊക്കെ നമ്മൾ ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും.